ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിൽ ഞാനൊരു കുഞ്ഞു കുസൃതി ചോദ്യമായിട്ട് വന്നാണ്. അതെന്താന്നുള്ളത് നമുക്കൊന്ന് പോയി നോക്കാം കേട്ടോ. വാ, ഇന്ന് നമുക്കിവിടെ ഒരു ഫാമിലീനെ കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇവരെ പരിചയപ്പെടാം. എന്താ പേരെന്താ? ഷിജിന. മോളെ പേരെന്താ? പ്രജീഷ്. പേരെന്താണ്? ഇവിടെ അടുത്ത് തന്നെയാ? നമ്മള് ചോദ്യം ചോദിക്കട്ടെ. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടി. പിന്നെ അല്ല, അതൊരു ഓപ്ഷൻ പറഞ്ഞ അടുത്ത് നായകന്റെ പേര് ശരിക്കുള്ള പേരാണ് ചോദിക്കുന്നത് അല്ലേ? നായകന്റെ പേര് ശരിക്കും മമ്മൂട്ടിയാവും അല്ലേ? കഥാപാത്രത്തിന്റെ പേരാണോ ചോദിച്ചത്? അല്ലല്ലോ, നായകന്റെ പേര് മമ്മൂട്ടി. പ്രജീഷേട്ടനും കുടുംബവും പറഞ്ഞ ഉത്തരം തെറ്റാണ്. നമുക്ക് അടുത്ത ടീംസിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇവരെടുത്ത് ആദ്യം പരിചയപ്പെട്ടിട്ട് ചോദ്യം ചോദിക്കേ. പിന്നെ എന്താ പേരെന്താണ്? അമൃത. കൊച്ചു അല്ലല്ലോ. എവിടെ അടുത്ത് തന്നെയാ? നമ്മളൊരു കുസൃതി ചോദ്യമായിട്ട് വന്നാട്ടോ, ഒരു ചാനലിന്റെ ഭാഗമായിട്ട്. ഞാൻ ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? രാജമാണിക്യം നായകൻ എന്ന് പറയാം. നായക കഥാപാത്രം ആരെ പേര് അറിയണ്ടേ? ചോദ്യം ഒന്നും കൂടെ പറയാം. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടി. ബെല്ലാരി രാജ. ഇല്ല, മമ്മൂട്ടി. ഓ കയ്യോണ്ട് തട്ടുന്നുണ്ട്. എന്നാ ഉറപ്പിച്ചില്ലേ? എന്താണ് എന്താ പറഞ്ഞേ? ഒന്നുകൂടി ചോദിക്കും. അപ്പൊ നായകന്റെ പേരല്ല. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ. പക്ഷെ ഇതിലെ നായകന്റെ പേര് ബെല്ലാരി രാജ. ഇവര് കൊണ്ടുപോയി. അപ്പൊ ഇവര് പറഞ്ഞ ആൻസർ ബെല്ലാരി രാജ എന്നാണ്. അത് നമുക്ക് ശരിയാണോ എന്നൊന്ന് നോക്കാട്ടോ. ചോദിക്കാട്ടോ. അമ്മയിൽ ചേരും അച്ഛനിൽ ചേരുക. അച്ഛൻ ചേരും. എന്തേ മിണ്ടാത്തെ? കൊച്ചു ചേരില്ല. ഏതാ കിട്ടിയാ? വളരെ 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 തെറ്റാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ആൻസർ ഇവരോട് പറയാൻ പോവാട്ടോ. നമുക്കിനി അടുത്ത ഫാമിലിനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവരെ പരിചയപ്പെടാം, എന്നിട്ട് ചോദ്യം ചോദിക്കാട്ടാ. എന്താ പേരെന്താ? എന്താണ് പേര്? റാസി. മോളെ പേര് റിൽസ. ഇവിടെ അടുത്താണോ? ഞാനൊരു ചോദ്യം ചോദിക്കാൻ വന്നേട്ടാ. കുസൃതി ചോദ്യം. കുസൃതിയാണേ. ചോദ്യം ചോദിക്കട്ടെ. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? ഒന്നുകൂടി ചോദിച്ചേ. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടി. ഉറപ്പിച്ച് 100 രൂപ നിങ്ങൾ കൊണ്ടുപോകും. ഇല്ല, അതല്ല. ഉറപ്പിച്ചില്ലേ? ഉണ്ടോ? ആലോചിക്കണോ? ശരിയാണ്. അങ്ങനെ ചോദിച്ചപ്പോ ഒരു സംശയല്ലേ? എന്തിനായിട്ട് പേര് പറഞ്ഞു കൊടുക്ക്. കഥാപാത്രത്തിന്റെ പേരാണോ അല്ലെങ്കിൽ? അത് ഞാൻ പറഞ്ഞു. രാജമാണിക്യ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? ബെല്ലാരി രാജ. അതന്നെ.
ബെല്ലാരി രാജ. നായകൻ അതെ. ബെല്ലാരി രാജ. 100 രൂപ കൊണ്ടുപോയോ? ഓക്കെ ആ ഓക്കെ. ആയിക്കോട്ടെ. റെഡിയാ? ഉത്തരം ശരിയാ? അതിനെപ്പ പറയും. അടുത്ത ഫാമിലിന്റെ അടുത്ത് ഈ ചോദ്യം ചോദിക്കാട്ടെ, അവര് പറയുമെന്ന് നോക്കേ. ഞങ്ങളൊരു ചോദ്യമായിട്ട് വന്നതാണ്. ആദ്യം നമുക്ക് പരിചയപ്പെടാം കേട്ടോ. എന്താ പേരെന്താണ്? മെഹബൂബ്. മോളെ പേര് സിയ. നസീറ. ഇവിടെ അടുത്താണോ? ഓക്കെ. ഞങ്ങളൊരു കുസൃതി ചോദ്യമായിട്ട് വന്നതാണ്. ചോദിക്കട്ടെ. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടി. രാജമാണിക്യ സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടി. 100 രൂപ കിട്ടും. ഒന്നും കൂടെ. റഹ്മാന. അപ്പൊ നമ്മള് ഉറപ്പിക്കാം അല്ലേ? ഓക്കെ. അപ്പൊ ഇവര് പറഞ്ഞ ഉത്തരം റഹ്മാൻ എന്നാണ്. അത് ശരിയാണോ എന്നുള്ളത് നമുക്ക് പറയാം കേട്ടോ. നമുക്കിനി അടുത്ത ഫാമിലിനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. നല്ല ക്യൂട്ട് കപ്പിൾ വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കേ. എവിടെയാണ് സ്ഥലം? ഞാനൊരു എവിടെയാ? കാവന്നൂര്. എന്താ പേരെന്താ? അനുശ്രീ. ജിബിൻ. പിന്നെ ഞങ്ങളൊരു കുസൃതി ചോദ്യമായിട്ട് വന്നാ കേട്ടോ. ചോദിക്കട്ടെ. രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടി. ആലോചിച്ച വേഗം കണ്ടോ? 100 കൊണ്ടുപോയി. മമ്മൂട്ടി. വേറെന്താ ഓപ്ഷൻ? മമ്മൂട്ടി. അപ്പൊ ഇവര് പറഞ്ഞ ഉത്തരം മമ്മൂട്ടി എന്നാണ്. നമുക്കിത് ശരിയാണോ എന്ന് നോക്കാട്ടാ. നമുക്ക് ഇനി അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ അടുത്ത ആള് പറയുമെന്നുള്ളത് നമുക്ക് നോക്കേ. ആദ്യം എന്റെ പേര് പറയും. എന്താ പേര്? ഇവിടെ അടുത്താണോ? ചോദിക്കട്ടെ. രാജമാണിക്യം എന്ന സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? മമ്മൂട്ടിയാണ് അഭിനയിച്ചത് രാജമാണിക്യത്തില്. മാണിക്യം എന്നാണ്. രാജമാണിക്യത്തില് മമ്മൂട്ടിന്റെ ഒരു മാണിക്യം എന്നാണല്ലോ. മാണിക്യം അല്ലേ? അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. ബെല്ലാരി രാജ, അതുപോലെ ഒരുപാട് പേരുണ്ടല്ലേ മമ്മൂട്ടിക്ക്. അങ്ങനല്ല, ബെല്ലാരി രാജ, ബെൻസ് രാജ, അങ്ങനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ എന്താ ഉത്തരം? എന്താ നമ്മൾ ഓർപ്പിക്കുന്നത്? മാണിക്യം എന്നാണ് പൊതുവെ ഉളനീള നായകത്തിനെ വിളിക്കുന്ന പേര്. മാണിക്യം എന്നല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് ആൻസർ തെറ്റിച്ചിട്ടുണ്ട്. നമ്മൾ ചോദിച്ച കുസൃതി ചോദ്യത്തിന്റെ ഉത്തരം ആർക്കും പറയാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ തന്നെ അതിന്റെ ആൻസർ പറയണം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാല്, രാജമാണിക്യം സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് ബെല്ലാരി രാജ എന്നാണ്. പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താ? പക്ഷെ ഇതിലെ നായകന്റെ പേരെന്താണെന്നാണ് നമ്മൾ ചോദിച്ചത്. പക്ഷേ എന്ന സിനിമയിലെ നായക കഥാപാത്രത്തിന്റെ പേര് മോഹൻലാൽ എന്നാണ് ഉത്തരം. അപ്പൊ കറക്റ്റ് ആൻസർ മോഹൻലാൽ എന്നാണ്. അതായിരുന്നു നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം കേട്ടോ. അടുത്തൊരു കുസൃതി ചോദ്യമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.